ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സോറോൻ്റെ ഫ്യൂച്ചറിൽ വരാൻ ചാൻസുള്ള ഓപ്പണൻസ് ആരൊക്കെയാണെന്നാണ്. നമുക്കറിയാം നമ്മുടെ വൺ പീസ് ഇപ്പോൾ ഫൈനൽ വാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് മേജറായിട്ട് ഒരുപാട് ഫൈറ്റ്സ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നിരുന്നാലും സോറോ ഫ്യൂച്ചറിൽ നേരിടാൻ ചാൻസുള്ള ഓപ്പണൻസ് ആരൊക്കെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണാറ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമുക്ക് വീഡിയോ ഇടാൻ വളരെ മോട്ടിവേഷൻ കിട്ടുന്നതായിരിക്കും. നമ്മൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് കാണിച്ചാൽ വെറും 2-3 പേര് മാത്രമാണ് ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ഒന്ന് ശ്രമിക്കുക. അപ്പോൾ ഞാനധികം പറഞ്ഞു വരപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്കെല്ലാവർക്കും നമ്മുടെ സോറോ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഉറപ്പുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ മീഹോക്ക്. മീഹോക്കുമായിട്ട് നമ്മുടെ സോറോ ഫൈറ്റ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. നമ്മുടെ മീഹോക്കിനെ ഡിഫീറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ സോറോന് വേൾഡ് സ്ട്രോങ്സ്റ്റ് സ്പോർട്സ്മാനായി മാറാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സോറോയും മീഹോക്കും തമ്മിലുള്ള ക്ലാഷ് ഡെസ്റ്റിൻഡാണ്. പിന്നെ നടക്കാനുള്ള മെയിനായിട്ടുള്ള ഫൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ 5 എൽഡേഴ്സിലെ നെസ്റ്റിറോയില്ലേ, നെസ്റ്റിറോയും സോറോയും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. ഇതിലുള്ള ചെറിയൊരു ഹിൻഡ് നമുക്ക് എഗ്ഗഡിൽ തന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നെസ്റ്റിറോ ഒരു സ്പോർട്സ്മാൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സോറോ ആയിട്ട് നമ്മുടെ നെസ്റ്റിറോ ഫൈറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ സോറോന് നമ്മുടെ നെസ്റ്റിറോ ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല എന്ന് തന്നെയാണ്. നമ്മുടെ സോറോന് ഇനിയും വളരെ പവർഫുള്ളായി മാറേണ്ടതുണ്ട്. കാരണം നെസ്റ്റിറോ ഏകദേശം ഒരു യോങ്കോ ലെവൽ ക്യാരക്ടറാണ്. അപ്പം നമ്മുടെ സോറോന് നെസ്റ്റിറോനെ ഡിഫീറ്റ് ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ പവർഫുള്ളായി മാറേണ്ടി വരും. തൻ്റെ കോങ്കറർ ഹാക്കി നമ്മുടെ സ്കോപ്പർ ഗബാൻ പറഞ്ഞ ആ ലെവലിലേക്ക് നമ്മുടെ സോറോനെ കൊണ്ടുപോകേണ്ടി വരും. എന്നാലും മാത്രമേ നമ്മുടെ നെസ്റ്റിറോനെ നമ്മുടെ സോറോനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റൂ. കാരണം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലത് നമ്മുടെ നെസ്റ്റിറോൻ്റെ ഹീലിംഗ് ഫാക്ടേഴ്സിനെ കുറിച്ച് നമുക്കറിയാം. കോങ്കറർ ഹാക്കി യൂസേഴ്സിന് മാത്രമേ നമ്മുടെ നെസ്റ്റിറോനെ ഡാമേജ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു ഫൈറ്റ് നടക്കണമെങ്കിൽ നമ്മുടെ സോറോന് വളരെയധികം പവർഫുള്ളായി മാറേണ്ടതായിരിക്കും. പിന്നെ നടക്കാൻ ചാൻസുള്ള ഒരു ഫൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഷിരിയു ആയിട്ടുള്ള ഫൈറ്റാണ്. നമുക്കറിയാം ബ്ലാക്ക് ബിയർഡിൻ്റെ ടൈറ്റാനിക് ക്യാപ്റ്റൻസിൽ ഒരാളാണ് നമ്മുടെ ഷിരിയു. അപ്പോൾ ഷിരിയു ആയിട്ട് നമ്മുടെ സോറോ ഫൈറ്റ് ചെയ്യുന്നുള്ള കാര്യത്തെ സംശയമൊന്നും വേണ്ട. കാരണം ഷിരിയു നമ്മുടെ ബ്ലാക്ക് ബിയർഡ് പാരറ്റ്സിലെ സ്പോർട്സ്മാനുമാണ്. അതുപോലെ തന്നെ വളരെ പവർഫുള്ളാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലേക്കോട്ടെ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഡെവിൽ ഫ്രൂട്ട് കൊണ്ട് ഇൻവിൻസിബിൾ ആക്കാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു പവർ നമ്മുടെ സോറോനെ ഒബ്സർവേഷൻ ആക്കി യൂസ് ചെയ്യുന്നത് കൃത്യമായിട്ട് പഠിപ്പിക്കാൻ വേണമെങ്കിൽ സഹായിക്കുന്നതായിരിക്കും. കാരണം ആ പവർ ഞാൻ തന്നെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിലുള്ള ഒബ്സർവേഷൻ ആക്കി ഇല്ലെങ്കിൽ പറ്റില്ലെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മുടെ സോറോയും ഷിരിയും തമ്മിലുള്ള ഒരു ഫൈറ്റ് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയും. അടുത്തതായിട്ട് നമ്മുടെ സോറോ ഫൈറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത് ഇതൊരു ഫുൾ ബാറ്റിലൊന്നും ആയിരിക്കില്ല. എന്നാലും ഫൈറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള കുറച്ച് ക്യാരക്ടറെ കൂടെ നമ്മളൊന്ന് പറയാം. ഒന്ന് നമ്മുടെ ഷെംറോക്ക്, പിന്നെ നമ്മുടെ ഷാങ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഇമൂസാമ, പിന്നെ ഗാർലിംഗ് ഫിഗർലാൻഡ്. ഇവരുമായിട്ട് നമ്മുടെ സോറോ ഫൈറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതൊരു ഫുൾ ബാറ്റിലൊന്നും ആയിരിക്കില്ല. നമുക്കറിയാം സോറോ മെയിൻ വില്ലന്മാരുമായിട്ട് ചെറിയൊരു ഫൈറ്റ് എപ്പോഴും നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് നമ്മുടെ സോറോ ഫൈറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ ഫൂജിഡോറയില്ലേ, അഡ്മിറലുമായിട്ട് നമ്മുടെ സോറോ ഫൈറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ഫൈറ്റ്സ് ഒന്നും സീരിയസ് ഫൈറ്റ് ആയിരിക്കുമെങ്കിലും ഈ ഫൈറ്റിൻ്റെ ഒന്നും അവസാനം വരെ നമ്മുടെ സോറോ ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതായിരിക്കില്ല. ഇത് ജസ്റ്റ് ഒരു ഫൈറ്റ് മാത്രമായിരിക്കും. ചിലപ്പോൾ ആരെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഫൈറ്റ് പെട്ടെന്ന് തന്നെ അവസാനിക്കുന്നതായിരിക്കും. നമുക്കിതിനെ ഒരു പ്രോപ്പർ ഫൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും പേരുമായിട്ടാണ് നമ്മുടെ സോറോ ഫ്യൂച്ചർ ഫൈറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ചെയ്ത് നോക്കുക. എന്നാൽ മറ്റൊരു ഡേ കാണുന്നവരെ ബൈ ബൈ.